ഈശോയിൽ സ്നേഹമുള്ളവരെ, വലിയ ശനിയാഴ്ചയുടെ മംഗളങ്ങളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹങ്ങളും ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ദുഃഖവെള്ളിയുടെ സങ്കടത്തിനും ഉയർപ്പ് ഞായറിൻ്റെ സന്തോഷത്തിനും ഇടയ്ക്കുള്ള ദിവസമാണ് വലിയ ശനിയാഴ്ച. നോമ്പുകാലത്തിൻ്റെ അവസാന ദിവസമായ ഇന്ന് സായാഹ്നത്തോടുകൂടെ പെസഹാകാലം ആരംഭിക്കുന്നു. 8-ാം ശതാബ്ദം വരെ രാത്രി മുഴുവനും ജാഗരണ ശുശ്രൂഷകൾ നടത്തി ഉയർപ്പിന് കാത്തിരിക്കുകയായിരുന്നു പതിവ്. കർത്താവ് ലോകത്തെ വിധിക്കുവാൻ വരുന്നത് ഉയർപ്പ് തിരുനാൾ ദിവസമാണെന്ന് ഒരു വിശ്വാസം അന്ന് പ്രചാരത്തിലുണ്ടായിരുന്നു. ക്രമേണ ഈ ജാഗരണം ഫലപ്രദമാകാതെ അവസാനിക്കുന്നതായി കണ്ടപ്പോൾ ശനിയാഴ്ചത്തെ തിരുക്കർമ്മങ്ങളും പ്രഭാതത്തിലേക്ക് മാറ്റി. 1956 എല്ലാ തിരുക്കർമ്മങ്ങളും അവ യഥാർത്ഥത്തിൽ നടന്ന സമയത്തു തന്നെ നടത്താൻ തുടങ്ങിയിരിക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ പ്രധാനമായവ പ്രവചന വായന, പുതിയ തീയുടെ വെഞ്ചരിപ്പ്, പെസഹാത്തിരി കത്തിക്കൽ, വെള്ളം വെഞ്ചരിപ്പ് എന്നിവയാണ്. പുതിയ തീ വെഞ്ചരിക്കുന്ന സമ്പ്രദായം ഗോളിൽ 8-ാം ശതാബ്ദത്തിൽ ആരംഭിച്ചു. 2 കല്ല് ഉരച്ചാണ് പുതിയ തീ ഉണ്ടാക്കിയിരുന്നത്. അയർലൻഡിൽ കാജം ഉപയോഗിച്ച് പള്ളിനടയിൽ വെച്ച് ഡീക്കൻ തീയുണ്ടാക്കിയ ശേഷം ത്രിശിഖാദീപം തെളിയിക്കുന്നു. ക്രിസ്തുവിൻ്റെ പ്രകാശം എന്ന് 3 പ്രാവശ്യം പാടി കാർമ്മികർ മദ്ബഹയിലെത്തി പെസഹാത്തിരി ആശീർവദിക്കുന്നു. ആ തിരിയിൽ തറച്ചിട്ടുള്ള 5 കുന്തിരിക്കമണി നമ്മുടെ കർത്താവിൻ്റെ 5 തിരുമുറിവുകളുടെ പ്രതീകമാണ്. പെസഹാത്തിരി ക്രിസ്തുവിൻ്റെ പ്രതീകവുമത്രേ. ആദിമ ശതാബ്ദങ്ങളിൽ നവ്യശിഷ്യന്മാരുടെ ജ്ഞാനസ്നാനം ദുഃഖശനിയാഴ്ചയായിരുന്നു. വിശുദ്ധ ക്രിസോസ്റ്റമിൻ്റെ കാലത്ത് 3000 പേരോളം ഉണ്ടാകുമായിരുന്നു ജ്ഞാനസ്നാനത്തിന്. അതിനാലത്രേ പ്രവചനങ്ങളും സകല പുണ്യവാന്മാരുടെ ലുത്തീനയും അന്ന് ചൊല്ലാനുണ്ടായിരുന്ന കാരണം. ജ്ഞാനസ്നാന ജലം അന്ന് വെഞ്ചരിക്കുവാനുള്ള കാരണവും അതുതന്നെ. പുണ്യവാന്മാരുടെ തിരുസ്വരൂപങ്ങളെ ആവരണം ചെയ്തിരുന്ന ശീലകൾ മാറ്റുകയും വാദ്യാഘോഷങ്ങൾ വീണ്ടും മുഴങ്ങുകയും ചെയ്യുന്നു. അന്ന് വീട് വെഞ്ചരിക്കുന്ന പതിവ് എത്രയും പാവനമായി കരുതിയിരുന്നു. പെസഹാ കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടിയിരുന്ന വീടുകളിൽ സംഹാര ദൈവദൂതൻ പ്രവേശിക്കാതിരുന്നതിൻ്റെ ഓർമ്മയ്ക്കാണ് വീടുകൾ അന്ന് വെഞ്ചരിക്കുവാൻ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. ഉയർത്തെഴുന്നള്ളിയ ഈശോയെ സ്വാഗതം ചെയ്യുവാൻ നമ്മളെ ഒന്നുകൂടെ പവിത്രീകരിക്കാം. ദിവ്യജനനിയോട് ചേർന്ന് കാത്തിരിക്കാം. തൻ്റെ ജീവൻ സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എനിക്ക് വേണ്ടി തൻ്റെ ജീവൻ സമർപ്പിക്കുന്നവൻ അത് സുരക്ഷിതമാക്കും. ഈശോ എന്നിൽ അല്പം സ്നേഹം ഉജ്ജ്വലിപ്പിക്കുന്നതുവരെ എനിക്ക് വിശ്രമമില്ല, ഉണ്ടാവുകയുമില്ല. മറ്റൊന്നിനെയും സ്നേഹിക്കാതെ ഈശോയെ സ്നേഹിക്കുക. എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു.